കൊച്ചി കുണ്ടന്നൂരിൽ തോക്ക് ചൂണ്ടി പണം കവർന്ന കേസിൽ എറണാകുളത്തെ അഭിഭാഷകൻ മുഖ്യ സൂത്രധാരനെന്ന സൂചന. കേസിൽ ഇതുവരെ 7 പേർ പിടിയിലായിട്ടുണ്ട്. പിടിയിലായവരിൽ ഒരാൾ മുഖംമൂടി ധരിച്ച പണം തട്ടിയ സംഘത്തിലുള്ളയാളാണ്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, 7 പേർ അറസ്റ്റിലായിരിക്കുകയാണ്. ഈ ഒരു തോക്ക് ചൂണ്ടി പണം കവർന്ന കേസിൽ ഇപ്പോൾ 7 പേരാണ് പിടിയിലായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അഭിഭാഷകൻ അടക്കം പിടിയിലായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അഭിഭാഷകനാണ് ഈ സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, പണം ഇരട്ടിപ്പിന്റെ ഭാഗമായി നടന്ന ഒരു തട്ടിപ്പാണ് കുണ്ടന്നൂരിൽ നടന്നത്. പട്ടാപ്പകലാണ് 80 ലക്ഷം രൂപ തോക്ക് ചൂണ്ടി കവർന്നിട്ടുണ്ടായിരുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ 7 പേരുടെ അറസ്റ്റ്. പോലീസ് 7 പേരെ പിടികൂടിയിരിക്കുന്നത്. ഈ അറസ്റ്റിലായവരിൽ എറണാകുളം ജില്ലാ അഭിഭാഷകൻ അടക്കം ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ അഭിഭാഷകനാണ് ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു തിരുത്ത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ 3 പേരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല. ഈ സംഭവം നടന്ന സമയത്തുണ്ടായിരുന്ന മറ്റൊരാളെയാണ് പിടികൂടിയിരിക്കുന്നത്. ഈ 3 പേര് ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രധാനമായും 7 പേരെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 5 പേരിൽ ഒരു സ്ത്രീയും ഉൾപ്പെടുന്നുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മരട് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ പട്ടാപ്പകൽ തോക്ക് ചൂണ്ടി മോഷണം നടത്തിയ 3 പേർ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം ഇവർക്കുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇവരിപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. മറ്റ് 7 പേർ പിടിയിലായ മറ്റ് 7 പേരെ എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിന്നാണ് പിടികൂടിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇതിൽ 20 ലക്ഷം രൂപ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. മറ്റു പണം, അതായത് 80 ലക്ഷത്തോളം രൂപയാണ് കവർന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള പണം എവിടെ പോയി, എന്തിനാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ പിടിയിലായവരെല്ലാം തന്നെ പണം ഇരട്ടിപ്പിൽ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള ആളെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഇനി തമിഴ്നാട്ടിലേക്ക് നീളാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇനി ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷമേ മറ്റു മറ്റു വിവരങ്ങൾ അടക്കം തന്നെ ലഭിക്കുമെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ പിടിയിലായവരിൽ 6 പേരാണ് ഈ കുറ്റകൃത്യം ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നടക്കം പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ പണം കവർന്നതിന് ശേഷം ഒളിവിൽ പോയ മുഖംമൂടി ധരിച്ച 3 പേരുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ഇവരെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഊർജിതമാക്കുന്നത്. കഴിഞ്ഞ ദിവസം അവരുടെ കാർ അടക്കം തൃശ്ശൂരിൽ നിന്നും കണ്ടെത്തിയെന്ന് പോലീസ് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം അടക്കം നടക്കുന്നുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം ജില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലകളിലേക്ക് ഇവർ കടന്നിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മരട് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. തട്ടിയെടുത്ത 80 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷം രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അത് തൃശൂർ ജില്ലയിലെ വലപ്പാട് നിന്നുമായിരുന്നു ആ 20 ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ കണ്ടെത്തിയതായി സൂചനയുണ്ട് അതിന്റെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇക്കാര്യം പക്ഷേ പോലീസ് ഇതുവരെയും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നത്. വലിയൊരു സംഘം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത്. അതായത് ഈ പണം ഇരട്ടിപ്പിന്റെ ഭാഗമായും പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സംഘം, ഇവർ മുൻപും ഇതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ പരാതിക്കാരനായിട്ടുള്ള സുബിൻ മാത്രമല്ല ഇതിന് ഇരയായിരിക്കുന്നത് എന്ന് സാരം, മറ്റു ആളുകളും ഇതിന് ഇരയായിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ഇരട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാരും ഇതുപോലെ പരാതിയുമായി രംഗത്തേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ പരസ്യമായിട്ട് ഒരു പരാതി ഇവർക്കെതിരെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സുബിനെയും പറ്റിച്ചാൽ സുബിന്റെ കയ്യിൽ നിന്നും 80 ലക്ഷം രൂപ തട്ടിയെടുത്താലും സുബിൻ പോലീസിൽ പോകില്ല, പരാതി നൽകില്ല എന്നൊരു വിശ്വാസം ഈ പ്രതികൾക്കുണ്ടായിരുന്നു. പക്ഷെ അത് തകർത്തുകൊണ്ടായിരുന്നു സുബിൻ പോലീസിൽ പരാതി നൽകുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഇവരെ ഏറ്റവും കുടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ അന്വേഷണം അല്ലെങ്കിൽ 7 പേരാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം
അന്വേഷണമാണ് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. മറ്റ് 3 പേർ, അതായത് മുഖംമൂടി ധരിച്ച മറ്റ് 3 പേർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോഴും പോലീസ് ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഇവരെ കൂടി പിടിക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷയാണ് പോലീസും വ്യക്തമാക്കുന്നത്. ദീപ്തി. ശരി. പുനലൂരിൽ തോക്ക് ചൂണ്ടി പണം കവർന്ന കേസിൽ എറണാകുളത്തെ അഭിഭാഷകൻ മുഖ്യ സൂത്രധാരനെന്ന സൂചന. കേസിൽ ഇതുവരെ 7 പേർ പിടിയിലായിട്ടുണ്ട്. പിടിയിലായവരിൽ ഒരാൾ മുഖംമൂടി ധരിച്ച് പണം തട്ടിയ സംഘത്തിലുള്ളയാളാണ്. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.